കടത്തിൽ സങ്കടപ്പെടുന്നവരെ, വേദനയിൽ സങ്കടപ്പെടുന്നവരെ, ആരും കൂടെയില്ലെന്നോർത്ത് കരയുന്നവനെ, സങ്കടം മാത്രമേ ജീവിതത്തിലുള്ളൂ എന്ന് ജീവിതത്തോട് പരിതപ്പിച്ച് പരാതി പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് അച്ഛനൊരു വാഗ്ദാനം തന്നില്ലേലും ഈശോ ഒരു വാഗ്ദാനം തരികയാണ്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ ബോധം നിങ്ങളെ മുന്നോട്ട് നയിക്കണം. വീണ് കിടക്കാൻ, ഉരുണ്ട് പെരളാൻ, സങ്കടത്തിൽ മുങ്ങിത്താഴാൻ, മരണത്തെക്കുറിച്ച് വരെ ചിന്തിക്കാൻ ആയിരം കാരണങ്ങൾ ഉണ്ടെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ, മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും കരങ്ങൾ വിരിച്ചു പിടിക്കാൻ, ഇനിയും മുട്ടുകുത്താൻ, ഇനിയും ആരാധിക്കാൻ നമ്മുടെ മുമ്പിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവം തന്നൊരു പ്രോമിസ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, നിന്നെ ഞാൻ ഉപേക്ഷിക്കും. നമ്മളത് പറഞ്ഞു പോയിട്ടുണ്ടാകും. ചിലപ്പം സങ്കടം വന്നപ്പോ, തോറ്റുപോയപ്പോ, കണ്ണുനീര് വന്നപ്പോ, ഒരു ചതിക്കുഴി ഫേസ് ചെയ്യേണ്ടി വന്നപ്പോഴൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും, നീ എന്നെ ഉപേക്ഷിച്ചോ നാഥാ, നീ എന്നെ മറന്നോ നാഥാ എന്നൊക്കെ പറഞ്ഞ് പാടി ചങ്ക് തല്ലി നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പ്രോമിസ് തന്നത് കൂട്ടുകാരനോ ജീവിത പങ്കാളിയോ അപ്പനോ അമ്മയോ മക്കളോ അല്ല. പ്രോമിസ് തന്ന ആരാണ്? ദൈവമാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ആ പ്രോമിസ് ഉള്ളിൽ നിൽക്കണം. എന്നെ തിരഞ്ഞെടുത്ത കർത്താവ് എന്നെ ഉപേക്ഷിക്കും.